Hi dear students. നെക്സ്റ്റ് ചാപ്റ്റർ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ഈ സ്ക്വയർ മെട്രിക്സിനെ എക്സ് എന്നുള്ള ഒരു കോളം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോളം വെക്ടറിൻ്റെ ഒരു സ്കാലാർ മൾട്ടിപ്പിൾ വരിക എന്ന് പറഞ്ഞാൽ എ എന്നുള്ള 2/2 മെട്രിക്സിനെ എക്സാമ്പിൾ കണ്ടോ, എ എന്നുള്ള 2/2 മെട്രിക്സിനെ എക്സ് എന്നുള്ള കോളം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ കോളം വെക്ടറിൻ്റെ ഈ 1 2 എന്നുള്ള മെട്രിക്സ് വെക്ടറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ എ എന്നുള്ള മെട്രിക്സിനെ എക്സ് എന്നുള്ള വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഒരു സ്കാലാർ മൾട്ടിപ്പിൾ ഇവിടെ 3 കിട്ടിയതുപോലെ. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ലാംഡക്ക് പറയുന്ന പേരാണ് ഐഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ. ആൻഡ് എക്സ് എന്നുള്ളതിന് പറയുന്ന പേരാണ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കൂ. എ എന്നുള്ള മെട്രിക്സ് 3 0 8 -1, എക്സ് എന്നുള്ളത് 1 2. അപ്പോൾ എ എക്സ് എന്ന് പറഞ്ഞാൽ 3 0 8 -1 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 1 2. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 1 + 0 × 2 എന്ന് പറഞ്ഞാൽ 3. ഫസ്റ്റ് റോൻ്റെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 3. ഇനി സെക്കൻഡ് റോ 8 × 1 + -1 × 2. അപ്പോൾ 8 - 2 6 കണ്ടോ, 3 6. ഈ 3 6 എന്നുള്ളതിനെ 1 2 ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ? ഈ 3 6ൽ 3 കോമൺ ആണ്. കോമൺ ഫാക്ടർ എടുത്ത് എന്താ വരിക? 3 × 1 2, അതായത് 3 × x. ഇവിടെ 3 എന്നുള്ളത് ഐഗൺ വാല്യൂ ആണ്. 3 എന്നുള്ള ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് ഇത് എക്സ്. എക്സ് പറഞ്ഞാൽ 1 2. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇനി എങ്ങനെയാണ് ഒരു ഐഗൺ വാല്യൂവിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഡിറ്റ് ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് നമ്മൾ ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ഐ എന്നുള്ള മെട്രിക്സ് നമുക്കറിയാലോ. ഏതാണ് ഐ എന്നുള്ള മെട്രിക്സ്? ഐ എന്നുള്ള മെട്രിക്സ് 1 0 0 1 ആണ്. ഇപ്പോൾ 2/2 മെട്രിക്സിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രി 1 ബാക്കിയൊക്കെ 0 മെട്രിക്സിനാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് ഈ മെട്രിക്സിനോട് ലാംഡ മൾട്ടിപ്ലൈ ചെയ്ത് എന്താവുക? ലാംഡ മൾട്ടിപ്ലൈ എന്താണാവുക? ഡയഗണൽ എൻട്രി ലാംഡ ബാക്കി 0 എന്നുള്ള മെട്രിക്സ് ആവും. ലാംഡ 0 0 ലാംഡ എന്നുള്ള മെട്രിക്സ് ആവും. അപ്പോൾ ഇതിൽ നിന്ന് എ കുറച്ച് എന്താ സംഭവിക്കുക? ഇതിൽ നിന്ന് എയുടെ എലമെൻറ്റ്സ് കുറച്ചാൽ എന്താണ് സംഭവിക്കുക? നമുക്കിവിടെ നോക്കാം. എ എന്നുള്ള മെട്രിക്സ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ലാംഡ = 3 എന്നുള്ളത് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ്. നേരെ മറിച്ച് നമുക്ക് ഈ ലാംഡ = 3 തരാതെ എങ്ങനെ ലാംഡ കണ്ടുപിടിക്കാം? എ എന്നുള്ള മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് 3 എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ ചെയ്യണത് ഈ മെത്തേഡാണ്. അതായത് എ 3 0 8 -1 ആണ്. ഇനി നമ്മൾ ഡിറ്റർമിനൻറ്റ് ലാംഡ ഐ മൈനസ് എ = 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാം. നോക്കാം. ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ = 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഐ മൈനസ് എ = 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ലാംഡ 0 0 ലാംഡ. എല്ലാ ക്വസ്റ്റിനും ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്ന് എ കുറക്കുക പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ മെട്രിക്സ് കുറക്കുകയാണ്. ഈ മെട്രിക്സിൽ നിന്ന് ഈ മെട്രിക്സ് കുറച്ചാൽ ഈ ലാംഡ ഐ എന്നുള്ള മെട്രിക്സിൽ നിന്ന് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. ഈ ലാംഡ ഐ എന്നുള്ള മെട്രിക്സിൽ നിന്ന് ഈ എ എന്നുള്ള മെട്രിക്സ് കുറച്ച് എന്താ വരിക? ലാംഡ -3 0 -0 0 -8 ലാംഡ -1. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ് വരിക? അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ് വരിക? അല്ലേ, ഇതാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് വരിക. ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ = 0 ആണ്. ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ
ലാംഡ മൈനസ് 3 0 മൈനസ് 8 ലാംഡ പ്ലസ് 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് പറഞ്ഞാൽ ഇത് ഈക്വൽ ടു 0. ഇപ്പം നമുക്ക് കിട്ടുക ഒരു ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്നാണ്. ഈ ഡിറ്റർമിനൻ്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ഇങ്ങനെയല്ലേ, എങ്ങനെ മൾട്ടിപ്ലൈ അല്ലേ നമ്മൾ? ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 1 മൈനസ് 8 ഇൻറ്റു 0. മൈനസ് 8 ഇൻറ്റു 0 എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. ഇത് സോൾവ് ചെയ്ത് എന്താണ് വരിക? ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്താൽ എന്താണ് കിട്ടുക? ലാംഡക്ക് 2 വാല്യൂ കിട്ടും. ലാംഡ ഈക്വൽ ടു 3 ആൻഡ് ലാംഡ ഈക്വൽ ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലാംഡ ഈക്വൽ ടു 3യും ലാംഡ ഈക്വൽ ടു മൈനസ് 1ഉം ഈ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആണ് എന്ന്. അപ്പോൾ ഇനി ഈ ഈ ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 1 എന്നുള്ള ഈ ഇക്വേഷന് പറയുന്ന പേരാണ്, ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന് പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ. അപ്പോൾ ഏതിലെ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ കാണും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതിലെ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ കണ്ടത്? ലാംഡ മൈനസ് 3 0. ഇവിടെ ഇതിൽ ഈ നമ്പേഴ്സ് ഒക്കെ നെഗറ്റീവ് വരും. -0 പറഞ്ഞാൽ -0 തന്നെയാണ്. -8 പറയും. ഇത് ലാംഡ മൈനസ് -1, അതായത് ഡയഗണൽ ലാംഡയിൽ നിന്ന് കുറക്കുക, ബാക്കിയുള്ള നമ്പേഴ്സ് മുഴുവൻ നെഗറ്റീവ് ആക്കുക. മനസ്സിലായോ? അതായത് ലാംഡ മൈനസ് 3 -0 -8 ലാംഡ മൈനസ് -1. ഇതാണ് ആ മെട്രിക്സ്. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഡിറ്റർമിൻ്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന് പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഈ ലെഫ്റ്റ് സൈഡ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 0 ഒഴിവാക്കി ബാക്കിയുള്ളതിന് ഈ ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 1 ഇറ്റ് ഇസ് എ പോളിനോമിയൽ ഇൻ ലാംഡ. ദിസ് പോളിനോമിയൽ ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദ മെട്രിക്സ് എ. അപ്പോൾ എങ്ങനെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണും? ഡിറ്റർമിൻ്റ് ഡിറ്റർമിൻ്റ് ലാംഡ ഐ മൈനസ് എ കാണാം. എങ്ങനെ ഡിറ്റർമിൻ്റ് ലാംഡ ഐ മൈനസ് എ കാണാം? നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ. ഓക്കെ, ഇനി നമുക്ക് ഒരു 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എങ്ങനെ കാണാൻ നോക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് 3/3 മെട്രിക്സ് ആകുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഡിറ്റർമിനൻ്റ് ലാംഡ ഐ മൈനസ് എ എന്തായിരിക്കും? അതായത് നമ്മൾ പറഞ്ഞ പോലെ ഡയഗണൽ എൻട്രീസ് ഒക്കെ ലാംഡയിൽ നിന്ന് കുറക്കണം. ലാംഡ മൈനസ് 0, ലാംഡ മൈനസ് 0, ലാംഡ മൈനസ് 8 ആയിരിക്കും ഡയഗണൽ. ബാക്കിയുള്ള നമ്പേഴ്സിനെ മുഴുവൻ നെഗറ്റീവ് ആക്കണം. -1 0 0 -1 -4 -17 +17 ആവും. ഇത് ലാംഡ മൈനസ് 8 ആവും. റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? ലാംഡ ഇൻറ്റു ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യണം. ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ വരിക? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 8 -17 ഇൻറ്റു -1. അതേപോലെ +1 ഇൻറ്റു 0 ഇൻറ്റു ലാംഡ മൈനസ് 8 -4 ഇൻറ്റു -1. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ +17 ലാംഡ മൈനസ് 4. അപ്പോൾ ഈ എക്സ്പാൻഷന് ഈ പോളിനോമിയലിന് പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആവണമെങ്കിൽ പോളിനോമിയൽ കഴിഞ്ഞിട്ട് ഈക്വൽ ടു 0 കൊടുക്കണം. ഈ പോളിനോമിയലിന് ഈക്വൽ ടു 0 കൊടുക്കണം. ഇനി ഐഗൺ വാല്യൂ കാണണമെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെയാണ് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? ഈ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു സൊല്യൂഷൻ നമ്മൾ ട്രയലായിട്ട് കണ്ടുപിടിക്കണം. ട്രയലായിട്ട് കണ്ടുപിടിക്കാൻ എന്താണ്? ലാംഡക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ റൂട്ടാണോ നോക്കുക. റൂട്ടാണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ. ഇവിടെ തന്നെ 0 കിട്ടും. ലാംഡക്ക് 1 ഇട്ട് കൊടുക്കുക, -1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, -2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക, -3 ഇട്ട് കൊടുക്കുക. അങ്ങനെ എപ്പോഴാണോ റൂട്ട് കിട്ടുന്നത് അതുവരെ പോവുക എന്നുള്ളതാണ്. വളരെ ഹെക്റ്റിക് ടാസ്ക്കാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ -4 ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ് -4.
എന്ന് പറഞ്ഞാൽ 3 റൂട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട് ഉണ്ടാവും. ആ 3 റൂട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് -4. അപ്പോൾ റൂട്ടുകൾ ഏതൊക്കെയാവുന്നുള്ളൊരു ഹിന്റ് നമുക്ക് കിട്ടും. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് -4 വരിക എന്നുള്ളത്, അല്ലെങ്കിൽ -4ന്റെ ഡിവൈസേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്. അതായത് -4ന് എൻ്റെ ഒരു ഫാക്ടർ 1 ആണ്. നമ്മൾ നമ്പർ തിയറി പഠിച്ചിട്ടുണ്ടാവും. +or-1, +or-2, +or-4 ആണ് -4ന്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ മൂന്ന് സെറ്റും ഇതിൻ്റെ റൂട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആണ്, ഏത് ചെയ്യും, ഏത് കിട്ടും. 1 ഇട്ട് കൊടുക്കുക. 1 - 8 + 17 - 4 0 ആവില്ല. -1 ഇട്ട് കൊടുക്കുക. -1 - 8 - 17 - 4 ഒക്കെ നെഗറ്റീവ് ആണ്, ഒരിക്കലും 0 ആവില്ല. അപ്പോൾ ഒക്കെ നെഗറ്റീവ് ഇട്ടാൽ നെഗറ്റീവ് ആയാലും എന്തായാലും റൂട്ട് ആവില്ല. അപ്പോൾ നമുക്ക് ഇനി നെഗറ്റീവ് കൊടുക്കണ്ട, +2 കൊടുക്കുക. -2 കൊടുത്തിട്ട് കാര്യമില്ല, കാരണം എല്ലാം നെഗറ്റീവ് ആവും. +2 കൊടുക്കുക. 8 മൈനസ് 8 × 4 32 +2 × 17 34 -4 അതും 0 ആവില്ല. പിന്നെന്താണ്, പിന്നെ ഞാൻ പറഞ്ഞാൽ +4 നോക്കുക. +4 കൊടുക്കുമ്പോൾ ഇത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് മനസ്സിലാക്കാൻ പറ്റും. 4³ 64, 8 × 4² 8 16, അതും 64നെയാണ്. 64 - 64 0 ആണോ? 4³ പറഞ്ഞാൽ 4³ -8 × 4². അപ്പോൾ ഇവിടെ 4 × 4³ ആണ് വരിക അല്ലേ. 8 × 4², അതായത് 2 × 4 × 4². അപ്പോൾ 2 × 4³. 4³ - 2 × 4³ എന്ന് പറഞ്ഞാൽ എത്ര വരിക? -4³ -64. അപ്പോൾ +4 × 17 4 7 28 4 4 68 +-4. അപ്പോൾ -64 -4 ഇവിടെ +68 വരിക, ക്യാൻസൽ ചെയ്ത് 0 ആയി പോകും. അപ്പോൾ 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ഇതിൻ്റെ ഒരു റൂട്ടാണ്, ഈ പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ്, ഫാക്ടറാണ്. റൂട്ടാണ് λ = 4 എന്നും λ - 4 ഇതിൻ്റെ ഒരു ഫാക്ടറാണെന്നും കിട്ടും. ഇനി λ - 4 ഫാക്ടർ ആണെങ്കിൽ എങ്ങനെ ഈ λ - 4 കൊണ്ട് ഈ പോളിനോമിയലിനെ ഹരിക്കും എന്നുള്ളതാണ്. ഈ ഡിവിഷൻ എങ്ങനെ വരിക നോക്കാം. ഈ λ³ മൈനസ് ഇതാണ് ഇത് വരുന്നത് കേട്ടോ. എഴുതി നിങ്ങൾക്ക് വായിക്കാൻ അങ്ങനെ പറ്റുന്നുണ്ടാവും. λ³ മൈനസ് 8 × λ² +17 λ -4. ഇതിനെ λ - 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കുക. ഡിവൈഡ് ചെയ്യും. λ³ ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. λ³ λ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ് കിട്ടുക? λ². ആ ഉത്തരം ഇവിടെ എഴുതാം. λ². λ²നെ ഇനി എന്ത് ചെയ്യുക? ഇതുകൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുകൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ λ² × λ എന്താണ്? λ³ അല്ലേ. λ³. ഇനി മൈനസ് λ² × -4 എന്ന് പറഞ്ഞാൽ -4 λ². -4 λ². അതിങ്ങനെ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് കാണണല്ലേ. -4 λ². ഇനി എന്താണ് ചെയ്യുക? ഇനി ഇങ്ങോട്ട് കുറക്കുക. കുറക്കുമ്പോൾ λ³ - λ³ പറഞ്ഞാൽ 0. ഇനി -8 λ² -4 λ² എന്ന് പറഞ്ഞാൽ -8 λ² +4 λ². എന്താണ് വരിക? -4 λ². -4 λ². -4 λ² കിട്ടി. ഇനി ഈ +17 λ നമ്മൾ ഇറക്കി എഴുതും. +17 λ നമ്മൾ ഇറക്കി എഴുതും. 17 λ. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ്, അതായത് -4 λ²നെ λ കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരിക -4 λ. അപ്പോൾ ഇവിടെ -4 λ എന്ന് ഡിവിഷൻ്റെ ആൻസർ ആയിട്ട് -4 λ എഴുതും. ഇനി -4 λനെ λ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ again -4 λ² അല്ലേ. -4 λ² +16 λ വരും.
16 ലാംഡ വരും. ശരിയല്ലേ? പ്ലസ് 16 ലാംഡ. വീണ്ടും കുറക്കുക. -4 ലാംഡ സ്ക്വയറും -4 ലാംഡ സ്ക്വയറും ക്യാൻസൽ ആവും. 17 ലാംഡയിൽ നിന്ന് 16 ലാംഡ കുറച്ചാൽ ലാംഡ. ഇനി ബാക്കി എന്താണ് ആർക്ക് ചെയ്താല് -4. ഇനി ലാംഡ -4നെ ലാംഡ -4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരിക? +1 അല്ലേ? 1 ഇൻറ്റു ലാംഡ -4 എന്താണ്? ലാംഡ -4. അപ്പോൾ ഇവിടെ എന്തായി? നമ്മൾ സാധാരണ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇവിടെ എന്തായി? 0 ആയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ ലാംഡ ക്യൂബ് -8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ -4നെ ലാംഡ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് എന്ത് കിട്ടി? ലാംഡ സ്ക്വയർ -4 ലാംഡ +1. അപ്പോൾ ലാംഡ ക്യൂബ് -8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ -4നെ ഈ ലാംഡ -4 ഇൻറ്റു ദിസ് റിമൈൻഡർ 0 ആണല്ലോ. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഈ പോളിനോമിയലിനെ ലാംഡ -4ൻ്റെയും ലാംഡ സ്ക്വയർ -4 ലാംഡ +1ൻ്റെയും പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഈ പ്രൊഡക്റ്റ് 0 പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് ലാംഡ -4 = 0, അതായത് ലാംഡ = 4. രണ്ടാമത്തത് ലാംഡ സ്ക്വയർ -4 ലാംഡ +1 = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? സോൾവ് ചെയ്യുക. -b + or -√b² - 4ac/2a വെച്ചിട്ട് സോൾവ് ചെയ്താൽ 2 റൂട്ട് കിട്ടും. 2 + √3യും 2 - √3യും. അങ്ങനെയാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്.